ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ. അങ്ങനെ അലിഗയിലെത്തുന്ന ക്രിഷ് സ്റ്റാഫ്സിനോട് എല്ലാവരോടുമായിട്ട് ആ സന്തോഷ വാർത്ത പങ്കുവെക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ കൺമണിയെ കാണാത്തത് കൊണ്ട് തന്നെ കൺമണി എവിടെ പോയെന്ന് തിരക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു സ്റ്റാഫ് പറയും, കൺമണി എത്തിയിട്ടില്ല സർ, എത്താൻ സമയമാവുന്നതേ ഉള്ളൂ എന്ന്. ഉടനെ ക്രിഷ് പറയും, രാവിലെ തന്നെ സ്റ്റാർ ഓഫ് ദി ഡേ ആയ കൺമണിക്ക് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറയാമെന്ന് കരുതി വന്നതാ. എന്നിട്ട് പറയുന്നുണ്ട്, കൺമണിയിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഇതുപോലൊരു മിറാക്കിൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരിക്കലും കിട്ടില്ല എന്ന് ഇന്നലെ വരെ കരുതാതിരുന്ന വിജയമാണ് കൺമണി നേടിത്തന്നത്. സോ എല്ലാവരും കൺമണിയെ മോഡലാക്കണം എന്നെല്ലാം അഡ്വൈസ് കൊടുത്തിട്ട് കൃഷ് അവിടെ നിന്ന് പോവുകയാണ് സന്തോഷത്തോടെ. വിദ്യക്കാണെങ്കിൽ ഇതൊന്നും കേട്ട് രസിക്കുന്നില്ല. എല്ലാ ക്രെഡിറ്റ്സും കൺമണി കൊണ്ടുപോകുന്ന ഓർത്ത് വിദ്യ അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എന്തായാലും കൺമണിയും താമസിയാതെ അലിഗയിൽ എത്തുന്നുണ്ട്. ഇതെന്റെ തീരുമാനമാണെന്നും അച്ഛനും ഏട്ടനും കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചേ പറ്റുമെന്നും തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് കൺമണി രാജിക്കത്തുമായി കൃഷിന്റെ റൂമിലേക്ക് കയറുന്നത്. എന്നാൽ കൃഷ് അവിടെ ഇല്ലായിരുന്നു. സാറില്ലല്ലോ, ഇനിയിപ്പോ ഇന്ന് വരാതിരിക്കൂ, ഞാനിപ്പോ എന്താ ചെയ്യാ, എന്റെ രാജി ഏതായാലും ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സാറ് വരുമ്പോ ഇത് കണ്ടോളുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൃഷിന്റെ ലാപ്ടോപ്പിൽ അത് വയ്ക്കുവാണ്. അവിടെ വെച്ചിട്ട് പോകാൻ തുടങ്ങുന്നതും കൺമണി വീണ്ടും ഓർക്കുകയാണ്, ഇനി മനസ്സിൽ അവശേഷിക്കുന്ന ഒരു വേദന കൂടെ ഉണ്ട്, അത് ഞാൻ ഇവിടെ അഴിച്ചു വെക്കും, ഇനി വയ്യെന്നും പറഞ്ഞുകൊണ്ട് തന്റെ ആ താലി ഊരി മാറ്റാൻ നോക്കുകയാണ് കൺമണി. എന്നാൽ പെട്ടെന്നാണ് കേട്ടോ ചിരിച്ച മുഖവുമായിട്ട് കൃഷ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കൃഷിനെ കാണുന്നതും കൺമണിയാണെങ്കിൽ പകച്ചിങ്ങനെ നോക്കുന്നുണ്ട്. കൃഷ് പറയും, ആഹാ എത്തിയല്ലേ, എന്താ കൺമണി ഇങ്ങനെ പകച്ചു നോക്കുന്നത്, കൺമണി നമ്മൾ ജയിച്ചു, വി വോൺ ദ കോമ്പറ്റീഷൻ, വി ഡിഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് കൃഷി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺമണിയെ പൊക്കിയെടുത്ത് വട്ടം കറക്കുവാണ് സന്തോഷത്തോടെ. കൺമണിയാണെങ്കിൽ ആകെ സ്റ്റക്കായി നിൽക്കുകയാണ്, എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് കൃഷി പറഞ്ഞു കൊടുക്കുന്നത്, കൺമണി ഇന്നലെ വരച്ച ആ ഡിസൈൻ ഉണ്ടല്ലോ, അനികയുടെ പ്രസ്റ്റീജിയസ് ഡിസൈൻ ആയിട്ട് നമ്മൾ നേടി. കൺമണിയാണെങ്കിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. ശേഷം കൃഷി പറയുന്നുണ്ട്, ദേവ്ജി പറയുന്നത് പോലെ കൺമണി ശരിക്കും ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ്. ചില സത്യങ്ങൾ എന്നിൽ അല്പം വൈകിയാണെങ്കിലും എന്നിൽ തിരിച്ചറിവ് ഉണ്ടാക്കുന്നുണ്ട്. കൺമണി വീണ്ടും അലിഗയിൽ വന്നു. ഇത് ഇപ്പൊ ആ കൺമണി തന്നെ എന്റെ അഭിമാനം കാത്തു. ആ PR ഡിസൈൻസിന് മുമ്പിൽ അലിഗയുടെ വിജയമാണിത്. ഇന്നത്തെ കോമ്പറ്റീഷനിൽ നമ്മൾ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഈ കൃഷ് സാഗർ അലിഗയിൽ MD ആയിട്ട് ഉണ്ടാവില്ലായിരുന്നു. അലിഗയുടെ അഭിമാനം, അന്തസ്, ഇതിനെല്ലാത്തിനും കാരണമായത് കൺമണിയാണ്. ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞ് മനസ്സ് നിറഞ്ഞ് കൃഷ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് വിട്ടുപോയ ഒരു കാര്യം കൂടെ പൂർത്തിയാക്കുന്നുണ്ട് പറഞ്ഞിട്ട്, ഇനി മുതൽ കൺമണി അലിഗയിലെ വെറും ഡിസൈനർ ആയിരിക്കില്ല, അലിഗയ്ക്കൊപ്പം എന്നും കൺമണി ഉണ്ടാകണം എന്നല്ല കൺമണിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ കൃഷ്. കൺമണിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ കൃഷ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം മറ്റൊരാള് പുറത്തു നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിരീക്ഷിക്കുക മാത്രമല്ല, കൃഷി കൺമണിയെ പൊക്കിയെടുത്ത് അഭിനന്ദിക്കുന്നതും ആ സന്തോഷം പങ്കിടുന്നതും എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു വിദ്യ. കൃഷ് അവിടെ നിന്ന് പോയപ്പോഴാണ് വിദ്യ ഫോട്ടോ എടുക്കുന്നത് നിർത്തുന്നത്. എന്നിട്ട് ശേഷം താൻ എടുത്ത ആ ഫോട്ടോസിൽ നോക്കിയിട്ട് ഗൂഢലക്ഷ്യത്തോടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ നിൽക്കുകയും ചെയ്യുന്നു. കൺമണിയും കൃഷും ആണെങ്കിൽ വിദ്യ ഈ ചെയ്യുന്നതൊന്നും അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൺമണി ഏതായാലും വിഷമിച്ചങ്ങനെ നിൽക്കുവാണ്. ഇനി എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ. അതിനുശേഷം കാണിക്കുന്നത് ബലരാമന്റെ വീടാണ്. ബലരാമന്റെ വീട്ടിലെ ലാലി വന്നിട്ട് ബാലഗോപാലിന് കോഫി എല്ലാം സ്പൂണിലാക്കി വായിൽ കൊടുക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അത് തുപ്പിക്കളയാണ്. ആദ്യം വളരെ ദേഷ്യത്തിലാണ് അയാൾ അത് ചെയ്യുന്നത്. ഇക്കാര്യം ലാലി ബലരാമനോടും പറയുന്നുണ്ട്. ബലരാമൻ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? എന്നാൽ ഇത് കേട്ടുകൊണ്ട് വരുന്ന സുമിത്ര പറയുന്നുണ്ട്, കാര്യം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അലിഗയ്ക്ക് പുതിയ പ്രോജക്റ്റ് കിട്ടിയ കാര്യം ബാലുവിനോട് ഞാൻ പറഞ്ഞു. അത് അറിഞ്ഞപ്പോ മുതൽ ബാലു ആകെ നിയന്ത്രണം വിട്ട പോലെയാണ് പെരുമാറുന്നത്. ഡൽഹി പ്രോജക്റ്റും നമുക്ക് കിട്ടി. നീ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ബാലുവിന് ലോകം തന്നെ കീഴടക്കിയ സന്തോഷത്തിലായിരുന്നു. അടുത്ത 3-4 പ്രോജക്റ്റ് കൂടെ നമ്മൾ നേടിക്കഴിയുമ്പോ അലിഗ പൂർണ്ണമായിട്ടും വീണുടയുമെന്ന് ബാലു വിചാരിച്ചു. ബാലു മാത്രമല്ല, ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. അല്ല, നിന്നെ ഞാൻ കുറ്റം പറയുകയല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തന്നെ ആ കൺമണിയെ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ല. പിന്നെ എങ്ങനെയാ പ്രോജക്റ്റ് നഷ്ടപ്പെടുന്നത് നമുക്ക് തടയാൻ പറ്റുന്നത്? ഇതെല്ലാം കേട്ട് ബലരാമൻ വിഷമിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ, സാരമില്ല രാമ, ഇനിയെല്ലാം നമുക്ക് വരും പോലെ അങ്ങ് അനുഭവിക്കാം. അലിഗ ആകാശം മുട്ട വളരട്ടെ. ശേഷം ബാലുവിനോടായിട്ടും, ബാലു ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട, പാവം നമ്മുടെ മോനെ വെറുതെ മത്സരത്തിനിറക്കി ബുദ്ധിമുട്ടിക്കണ്ട. എന്നാൽ സുമിത്രയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുന്ന ബലരാമൻ സുമിത്രയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന് സുമിത്ര തിരിച്ചു ചോദിക്കുമ്പോൾ ബലരാമൻ ബാലുവിനോടെന്ന പോലെ സംസാരിക്കുകയാണ്. അച്ഛാ, അലിഗയിലെ ആ നക്കാപ്പിച്ച ബിസിനസ് അവസാനിപ്പിക്കുകയല്ല എന്റെ ലക്ഷ്യം. അവർക്ക് കിട്ടുന്ന ലക്ഷങ്ങളും കോടികളും ഒക്കെ നമുക്ക് കിട്ടുന്ന വരുമാനമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ ഒന്നുമല്ല. ഞാൻ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതേ അലിഗയിലെ ബിസിനസ് അല്ല, അലിഗയെ തന്നെയാ. ഇത് കേൾക്കുന്നതും സുമിത്രയ്ക്കും ബാലുവിനും സന്തോഷാവുന്നുണ്ട്. ശേഷം ബലരാമൻ പറയാണ്, ഇരയെ തീർക്കുന്നതിന് മുമ്പുള്ള തട്ടിക്കളികളാ ഇപ്പൊ നടക്കുന്നത്. ജസ്റ്റ് ലൈക്ക്
ലൈക്ക് എ ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ. ഡൽഹി പ്രോജക്ട് പിടിച്ചെടുത്തതും സിഗ്മ പ്രോജക്ട് വിട്ടുകൊടുത്തതും സാഗറിന്റെ വീട്ടിൽ ചെന്ന് അവരെ വശത്താക്കിയതും അവരുടെ കമ്പനിയിലെ ഒരാളെ തന്നെ നമ്മുടെ കമ്പനിയിലേക്ക് മാറ്റിയെടുത്തതൊക്കെ ഈ കളിയുടെ ഭാഗമാണ്. ഇതെല്ലാം കേൾക്കുന്നതും സുമിത്രയുടെ മനസ്സ് നിറയാണ് സന്തോഷം കൊണ്ട്. ഗെയിം ഇനിയാണ് തുടങ്ങാൻ പോകുന്നതെന്നും അലിഗ വലിയൊരു വൃക്ഷമാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അതിന്റെ കൊമ്പുകൾ ഒന്നൊന്നായി ഞാൻ വെട്ടാൻ പോവുക. ആദ്യ ശിഖരത്തെ ഞാൻ ഇന്ന് തന്നെ വെട്ടുമെന്നും ബലരാമൻ കലിപ്പോടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലാലി ചോദിക്കുന്നുണ്ട്, ആരാണ് ആദ്യം, കൃഷാണോ സാഗറോ? അപ്പൊ ബലരാമൻ ചിരിച്ചുകൊണ്ട് പറയും, വേരിൽ നിന്നല്ല തളിരിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. അടുത്ത നിമിഷം കാണിക്കുന്നത് കൃപ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വീഴാൻ പോകുന്നുണ്ട്. പക്ഷെ ആന്റിയമ്മ കറക്റ്റ് സമയത്ത് തന്നെ കൃപയെ താങ്ങി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ നടക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ, അല്ലെങ്കിൽ എത്ര വലിയ ആപത്ത് സംഭവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ കൃപ ചിരിയോടെ പറയാണ്, ഇത് കൃപയുടെ ഒരു സ്റ്റൈലല്ലേ എന്നിങ്ങനെ. ഇത് കേട്ടുകൊണ്ട് വരുന്ന സുജയും സാഗറും, നിന്റെ സ്റ്റൈലൊക്കെ ഇത്തിരി കൂടുന്നുണ്ടേ എന്ന് പറയുമ്പോ സുജയെ കുഞ്ഞനം കുത്തി കാണിക്കുകയാണ് കൃപ. തുടർന്ന് സാഗർ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോ എവിടെ പോവുക? അത് പിന്നെ എന്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് വാങ്ങിക്കണം. പിന്നെ അലിഗയിലൊന്ന് പോണം. ഞാൻ UK നിന്ന് വന്നിട്ട് ഇതുവരെ അങ്ങോട്ടൊന്ന് പോയി പോലെയല്ലോ. എല്ലാവരെയും ഒന്ന് കാണണം. പിന്നെ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു നേട്ടം കൊണ്ടുവന്നതിന് കൺമണി ഒന്ന് നേരിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുകയും വേണം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കൃപ ഇറങ്ങാൻ പോകുമ്പോ ആന്റിയമ്മ തടയുന്നുണ്ട് കൃപയെ. ഇന്നിനി നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനൊന്നും പോകണ്ട. അല്ല, കൃപ കാല് തെറ്റി വീഴാൻ പോയപ്പോഴേ എന്തോ ഒരു അശുഭ ലക്ഷണം പോലെ, അതുകൊണ്ട് ഇന്നിനി നീ പുറത്തു പോകണ്ടെന്ന് ആന്റിയമ്മ വീണ്ടും പറയുമ്പോ, എന്റെ ആന്റിയമ്മ ഇത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? കാലൊന്ന് തെറ്റി ആന്റിയമ്മ എന്നെ സേവ് ചെയ്യുകയും ചെയ്തു. അതിന് ഇനി ലക്ഷണം വെച്ചത് നോക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? സാഗർ ആണെങ്കിലും കൃപയുടെ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട്, അതേ ചേച്ചിയമ്മ, അവള് പോയി വരട്ടെ എന്ന് പറയുന്നു. ഒടുവിൽ ആന്റിയമ്മ മനസ്സോടെ അതിന് സമ്മതിക്കുകയാണ്. സുജ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്, കറങ്ങിയൊന്നും നടക്കാതെ വേഗം തന്നെ വീട്ടിലെത്തിക്കൊള്ളണമെന്ന്. അത് പിന്നെ പറയാനുണ്ടോ, ഊണ് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് എത്തിയേക്കാം. അങ്ങനെ കൃപയെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയാണ് സാഗറും സുജയും. ആന്റിയമ്മയ്ക്കാണെങ്കിൽ ചെറിയൊരു വിഷമമുണ്ട്, അവളെ പോകാൻ അനുവദിക്കണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ എനിക്കെന്തോ ആ ബലരാമൻ വന്നത് മുതൽ ചുമ്മാ ഓരോ സംശയങ്ങൾ മനസ്സിൽ വരികയാണ്. ഉടനെ സുജ ചോദിക്കുന്നുണ്ട്, എന്ത് സംശയമാ ചേച്ചിയമ്മ? അത് പിന്നെ തോന്നലായിരിക്കാം, നമുക്ക് മുകളിൽ ഒരു ആപത്ത് അങ്ങനെ വന്നു വീഴാൻ നിൽക്കുന്നത് പോലെ. എന്നാൽ ഇത് കേൾക്കുന്ന സുജ പറയുന്നുണ്ട്, ഏയ്, ബലരാമനെ കുറിച്ച് ചേച്ചിയമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ കുടുംബത്തിലെ അംഗമാണ് അവൻ. സാഗറും പറയുന്നുണ്ട് അത് തന്നെ. പിന്നീട് കാണിക്കുന്നത് കൃപ അലിഗയിലെത്തിയിട്ട് ആദ്യം തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയെ കാണുമ്പോൾ അയാളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ദേവ്ജിയെ കാണുന്നതും അങ്കിളെ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ദേവ്ജിയെ. ദേവ്ജിക്കാണെങ്കിലും കൃപയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അല്ല, ഇത് ആര്? ലേഡി ചെയർപേഴ്സൺ മിസ് കൃപാ സാഗറോ? യെസ്, വൺ ആൻഡ് ഓൺലി കൃപാ സാഗർ തന്നെ. ദേവ്ജി അപ്പൊ പറയുന്നുണ്ട്, ഓ, നീ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ സൂചിപ്പിക്കാൻ നിൽക്കണ്ട. വലിയ UK കാരിയൊക്കെ ആയപ്പോ നമ്മളെയൊക്കെ അങ്ങ് മറന്നുവെന്ന് പരിഭവത്തോടെ പറയുന്നതും കൃപ തിരിച്ചു പറയുന്നുണ്ട്, പ്ലേറ്റ് ഒന്നും തിരിച്ചു വെക്കേണ്ട എന്റെ പൊന്നങ്കിളെ. അങ്കിള് പിണങ്ങി നടന്നിട്ടിപ്പോ എനിക്കായോ ഇപ്പൊ എല്ലാ കുറ്റവും? അപ്പൊ ദേവ്ജി പറയും, പിണങ്ങിയെന്നോ? ആര് പിണങ്ങി? എത്ര പിണങ്ങി? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഞാൻ തള്ളിക്കളയുന്നു. എന്നാൽ കൃപ പറയും, പിന്നെ അച്ഛനോടും ഞങ്ങളോടും എല്ലാവരോടും പിണങ്ങി നിന്നിട്ട് ഏട്ടന്റെ എൻഗേജ്മെന്റും പോലും വരാതെ നിന്നിട്ട് ചതുര വടിവില് മലയാളം പറഞ്ഞ് എന്നെ തോൽപ്പിക്കാന്നാണോ വിചാരം? എന്തായാലും കൃപയുടെ ആ വർത്താനമൊക്കെ ദേവ്ജിക്ക് ചിരി ഉണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ എന്റെ മണ്ടനായ ചേട്ടൻ വിശ്വസിക്കും, ഈ കൃപാസാഗർ വിശ്വസിക്കില്ല. അത് കേൾക്കുന്ന ദേഷ്യഭാവത്തിൽ ദേവ്ജി ചോദിക്കുന്നുണ്ട്, കൃഷ്ണന് വിശ്വസിക്കാമെങ്കിൽ പിന്നെ നിനക്ക് വിശ്വസിച്ചാൽ എന്താ? അത് പിന്നെ കുഞ്ഞിലേ മുതൽ എന്നെ എടുത്ത് വളർത്തി വഷളാക്കിയത് എന്റെ പുന്നാര അങ്കിളല്ലേ. അപ്പോ അങ്കിളിന്റെ വാശിയും ദേഷ്യവും ഒക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒടുവിൽ ദേവ്ജി ആണെങ്കിലും നീ എന്റെ ചക്കര മുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൃപയെ കൊഞ്ചിക്കാൻ നോക്കുന്നുണ്ട്. കൃപ അപ്പൊ പരിഭവത്തോടെ പറയും, കാണുമ്പോഴേ ഉള്ളൂ ഈ സ്നേഹമൊക്കെ, അങ്കിളിന് എന്നോട് ഒട്ടും സ്നേഹമില്ല. ആര് പറഞ്ഞു നിന്നോട് എനിക്ക് ഇത്രയും ഇഷ്ടമുണ്ട്? തുടർന്ന് കൃപ ദേവ്ജിയെ കളിയാക്കുന്നുണ്ട്. ഞാനേ അങ്കിളിന്റെ പിണക്ക കഥയൊക്കെ അറിഞ്ഞു. അയ്യയ്യേ, നാണക്കേട്. ഈ പ്രായത്തിലും കുഞ്ഞു കുട്ടികളെ പോലെയാണോ വഴക്കുണ്ടാക്കുന്നത്? ദേവ്ജിക്കാണെങ്കിൽ അത് കേട്ട് നാണം വരുന്നുണ്ട്. പൊക്കോണോ അവിടുന്ന്, നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ എനിക്കെന്തോ ഒരുപാട് പ്രായമുണ്ടെന്ന്. അപ്പൊ കൃപ ദേവ്ജിയുടെ താടിയിലൊക്കെ പിടിച്ചിട്ട്, ഞാൻ അങ്ങനെ പറയൂ, ഈ അപ്പൂപ്പൻ താടി ഒഴിച്ചു കഴിഞ്ഞാൽ അങ്കിൾ ഇപ്പോഴും ചെറുപ്പമാണ്, ഹാൻസം ആണ് എന്നൊക്കെ തട്ടി വിടുകയാണ് കൃപ. കൃപയുടെ ഈ സാമീപ്യം ദേവ്ജി ആണെങ്കിലും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. കുറുമ്പും കളിതമാശകളുമായിട്ട് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു. പിന്നെ സ്റ്റഡീസിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ, ഇന്ന് സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞു, ഇന്ന് സർട്ടിഫിക്കറ്റ്സ് കിട്ടും, പിന്നെ 2 മാസം കഴിഞ്ഞാൽ ഞാൻ UK തിരിച്ചു പോകുമെന്നും കൃപ അറിയിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വലിയ ആളാവണമെന്നും ദേവ്ജി അനുഗ്രഹിക്കുന്നുണ്ട്. തുടർന്ന് കൃഷ് എവിടെയെന്ന് ചോദിക്കുകയാണ് കൃപ. അവനവിടെ ഡിസൈനിങ് റൂമിൽ കാണുമെന്ന് ദേവ്ജി പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഒരുപാട് നാളായില്ലേ ഇങ്ങോട്ട്
ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് ഞാനൊന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം എന്നും പറഞ്ഞ് ദേവജിയുടെ അടുത്ത് നിന്നും കൃപ സ്റ്റാഫ്സിന്റെ അടുത്തേക്ക് പോകുന്നു. അവരെ എല്ലാവരെയും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അവർക്കും കൃപയെ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ കൃപ അവരോടായിട്ട് ആദ്യമേ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ലെന്ന്. ശേഷം സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ കൃപ, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട MD ക്രിഷ് സാറിന്റെ ഒരേ ഒരു അനിയത്തി, വേണമെങ്കിൽ ചെയർമാൻ സാഗറിന്റെ മകളാണെന്നും പറയാം, പക്ഷേ കൃഷിന്റെ അനിയത്തി എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോഴാണ് കൃപയുടെ അടുത്തേക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് വിദ്യ കടന്നു വരുന്നത്. വിദ്യയെ കാണുമ്പോൾ കൃപ ചോദിക്കുന്നുണ്ട്, അല്ല ഈ കൂട്ടത്തില് നമ്മുടെ മെയിൻ കക്ഷിയെ കാണുന്നില്ലല്ലോ, ആരെയാ കൃപ ഉദ്ദേശിച്ചെന്ന് വിദ്യ തിരക്കുമ്പോ നമ്മുടെ കൺമണിയെ അല്ലാതെ പിന്നെ ആരെയാ? കൺമണി എന്ന് കേൾക്കുന്നതും വിദ്യയുടെ മുഖം വാടുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് കൺമണി അങ്ങോട്ടേക്ക് വരുന്നത്. കൺമണിയെ കാണുന്നതും വളരെ സന്തോഷത്തോടെ ഹലോ സൂപ്പർ കൺമണി എന്ന് വിളിക്കുകയാണ് കൃപ. കൃപ ഇപ്പൊ വന്നു എന്ന് കൺമണി ചോദിക്കുമ്പോ, ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ, ആദ്യം നിന്റെ കൈയൊന്ന് നീട്ടിക്ക്. കൺമണി കൈ നീട്ടുന്നതും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് കൃപ പറയാണ്, ഇന്നുണ്ടായ വിജയത്തിന് കൺഗ്രാറ്റ്സ്. വിദ്യയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് കൃപ പറയുന്നുണ്ട്, എന്തായാലും ഞാനിട്ട പേരുണ്ടല്ലോ അത് കറക്റ്റാ, എന്റെ കൺമണി ഒരു സൂപ്പർ കൺമണി തന്നെയാ. പെട്ടെന്നാണ് വാച്ചിലേക്ക് നോക്കിയിട്ട്, അയ്യോ സമയം വൈകിയല്ലോ, എന്റെ ഏട്ടൻ എവിടെ? അത്യാവശ്യമായിട്ട് എനിക്ക് ഒരിടം വരെ പോകാനുള്ളതാ, നമുക്ക് വീട്ടിൽ കാണാന്ന് പറഞ്ഞ് കൺമണിയുടെ കവളത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കൃപ പോവാണ് അവിടുന്ന്. കൺമണിയോടുള്ള ഇവരുടെ എല്ലാ സ്നേഹം കാണുമ്പോ വിദ്യക്കാണെങ്കിൽ ഒട്ടും പിടിക്കുന്നില്ല. അങ്ങനെ കൃപ കൃഷ്ണന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ്. സർപ്രൈസ് എന്നൊക്കെ ഉറക്കെ പറഞ്ഞിട്ട് കൃഷ്ണനെ ഒന്ന് ഞെട്ടിക്കാൻ തന്നെ കൃപ തീരുമാനിച്ചെങ്കിൽ കൃഷ്ണനെ അവിടെ ഒന്നും കാണുന്നില്ല. ഡ്യൂട്ടി ടൈമില് ഏട്ടൻ ഇത് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൃഷ്ണന്റെ ചെയറിലിരുന്ന് മൊബൈൽ എല്ലാം എടുത്ത് കൃഷ്ണനെ വിളിക്കാൻ തുടങ്ങുകയാണ് കൃപ. കൃഷ് കോൾ എടുക്കുമ്പോ, ഹലോ മിസ്റ്റർ MD ഡ്യൂട്ടി ടൈമിൽ ഓഫീസിലിരിക്കാതെ കറങ്ങി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ഓഫീസിൽ എത്തേണ്ടതാണ് എന്നൊക്കെ കൃപ പറയുന്നത് കേട്ട് കൃഷിന് ചിരി വരുന്നുണ്ടെങ്കിലും കൃഷി പറയുന്നുണ്ട്, അതേ തിരക്ക് പിടിച്ച സമയത്താണ് ഞാനിപ്പോൾ ഉള്ളത്, നീ ചുമ്മാ കളിക്കല്ലേ എന്ന് പറയുമ്പോ ഏട്ടൻ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കൃപ. ഞാനേ ഒരു അത്യാവശ്യം മീറ്റിംഗിലാ എന്ന് വാ ഏട്ടാ, വന്നില്ലെങ്കിലേ മോരെ MD കസേര അങ്ങ് മറന്നേക്ക്, ഞാൻ ഉടനെ തന്നെ എത്തും. കൃപയോട് കുറച്ചു നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ കൃഷ്. പിന്നെ നീ അവിടെ ഇരിക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ ഒരൊറ്റ സാധനത്തിൽ പോലും തൊട്ടുപോരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃപ പറയും, ഞാൻ തൊടും, എന്നോട് MD കളിക്കാൻ വന്നാലേ ചെയർമാന്റെ അടുത്ത് എനിക്കുള്ള ഹോൾഡ് ചേട്ടനെ അറിയില്ല. ഓ പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്ത്. കൃപക്കുഞ്ഞ് അവിടെ നല്ല കുട്ടിയായിട്ടിരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയുന്നുണ്ട് കൃഷ്. അങ്ങനെ കൃഷി ഇരിക്കുന്ന ചെയറിൽ ഇരുന്നുകൊണ്ട് കൃപ കൃഷിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൺമണി വെച്ചിട്ട് പോയ ആ രാജിക്കത്ത് കൃപ എടുത്തു നോക്കുന്നത്. അത് വായിക്കുന്ന കൃപയാണെങ്കിൽ ശരിക്കും ഞെട്ടി പോകുന്നുണ്ട്. എന്നിട്ട് എന്താ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചെന്ന മട്ടില് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുമുണ്ട്. കൃപ പോകുന്നത് കൺമണിയുടെ അടുത്തേക്ക് തന്നെയാണ്. കൺമണിയോടായിട്ട് എന്റെ കൂടെ ഒന്ന് വരുമെന്ന് ചോദിക്കുന്നു. അല്പം ദേഷ്യത്തിൽ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ കൺമണിയെ വിളിച്ചുകൊണ്ട് കൃപ പോകുന്നത് കാണുമ്പോൾ വിദ്യക്കൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ്. എന്തിനായിരിക്കും പോയത് എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കൃപയാണെങ്കിൽ കൺമണിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി വല്ല അമേരിക്കയിലോട്ട് അങ്ങനെ പോകുന്നുണ്ടോ അതോ യൂറോപ്പിലോട്ടോ? ഇല്ലല്ലോ, ഒരിടത്തേക്ക് പോകുന്നില്ലെന്ന് കൺമണി മറുപടി കൊടുക്കുമ്പോ, അപ്പൊ ഇവിടെ തന്നെ ഉണ്ട്, അപ്പൊ പിന്നെ ഇതെന്താ എന്ന് ആ രാജിക്കത്ത് കാണിച്ച് ചോദിക്കുമ്പോ കൺമണിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ശേഷം കൃപ ചോദിക്കുന്നുണ്ട്, ഇതിനീ വെറും പ്ലാങ്ക് ആണോ അതോ? അപ്പൊ കൺമണി പറഞ്ഞു തുടങ്ങും, അല്ല കൃപ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അത് കേൾക്കുന്ന കൃപ, സാഹചര്യമോ? എന്ത് സാഹചര്യം എന്ന് ചോദിക്കുമ്പോ, ആദ്യം ആ സാഹചര്യം എന്താണെന്ന് ഞാൻ അറിയട്ടെ. പറഞ്ഞു, സാലറി കുറവാണോ അതോ വർക്കിംഗ് കണ്ടീഷൻസ് മോശമാണോ, മാനേജ്മെന്റിന്റെ മിസ്ബിഹേവിയർ, അതാണോ പ്രശ്നം? ഇതെല്ലാം കേൾക്കുന്ന കൺമണി അതൊന്നും അല്ലെന്നും ചില ഫാമിലി പ്രശ്നമൊന്നും പറയാൻ തുടങ്ങുമ്പോ, ഫാമിലി പ്രശ്നം എന്താണെന്ന് പറയാൻ പറയുകയാണ് കൃപ. അടുപ്പം കൊണ്ട് ഞങ്ങളും കൺമണിയുടെ ഫാമിലി മെമ്പേഴ്സ് ആണല്ലോ, അപ്പൊ പിന്നെ കുടുംബ പ്രശ്നം എനിക്കും അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് കൺമണിയോട് എന്തായാലും പറയാൻ തന്നെ നിർബന്ധിക്കുകയാണ് കൃപ. ഒടുവിൽ കൺമണി പറയാൻ തുടങ്ങുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.